നമസ്കാരം. തന്റെ നടപടികൾക്കൊപ്പം നിൽക്കാത്ത സ്പെയിനിനെ കൂടെ കൂട്ടാൻ താല്പര്യമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്പെയിനുമായുള്ള സകല വ്യാപാരവും അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനെതിരെ യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന സൈനിക നടപടിയെ പിന്തുണയ്ക്കാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. സ്പെയിനുമായുള്ള എല്ലാ വ്യാപാരവും തങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമായുള്ള ഓവൽ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന ട്രംപ് പറഞ്ഞത്. സ്പെയിനുമായി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നതാണ് നിലപാട്. ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള ഏതെങ്കിലും ആക്രമണങ്ങളിൽ സ്പെയിനിലെ സംയുക്തമായി പ്രവർത്തിക്കുന്ന താവളങ്ങൾ ഉപയോഗിക്കാൻ തന്റെ രാജ്യം യുഎസിനെ അനുവദിക്കുന്നില്ല എന്നും സ്പാനിഷ് വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഭീഷണി പ്രസ്താവന എത്തിയത്. ഇറാനെതിരായ ആക്രമണങ്ങളിൽ സ്പെയിനിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് അൽബാരസ് വ്യക്തമാക്കുന്നു. എന്നാൽ സ്പെയിൻ നിഷേധിച്ചാലും തങ്ങൾക്ക് വേണമെങ്കിൽ താവളം ഉപയോഗിക്കാമായിരുന്നു എന്നാണ് ട്രംപിന്റെ പക്ഷം. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ താവളം ഉപയോഗിക്കാം, ഞങ്ങൾ അവിടെ പറന്നെത്താം, അത് ഉപയോഗിക്കരുതെന്ന് ആരും ഞങ്ങളോട് പറയില്ല, പക്ഷേ ഞങ്ങൾ അത് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം ട്രംപിന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്പെയിൻ യൂറോപ്യൻ യൂണിയന്റെ കുടക്കീഴിൽ ആയതിനാൽ ട്രംപ് എങ്ങനെ സ്പെയിനുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കും? അക്കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പറയുന്നത്. എല്ലാ 27 അംഗരാജ്യങ്ങൾക്കും വേണ്ടി യൂറോപ്യൻ യൂണിയനാണ് വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നത്. ഇറാൻ യുദ്ധം എതിർക്കുന്നത് കൂടാതെ നാറ്റോ ചെലവ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കാത്തതും സ്പെയിനെതിരെയുള്ള ട്രംപിന്റെ ഭീഷണിക്ക് കാരണമായിട്ടുണ്ട്. നാറ്റോയുടെ 5% പ്രതിരോധ ചെലവ് ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിയ സ്പെയിനിന്റെ കഴിഞ്ഞ വർഷത്തെ തീരുമാനത്തെക്കുറിച്ചും ട്രംപ് ചൊവ്വാഴ്ച വീണ്ടും പരാതി പറഞ്ഞിരുന്നു. അതായത് പരാതി പറയൽ ട്രംപിന്റെ സ്ഥിരം പണിയാണ്. അതിലൊന്നു മാത്രം കൂടിയാണ് ഇത്. നാറ്റോ ചെലവ് 5% വർദ്ധിപ്പിക്കാൻ സമ്മതിക്കാത്ത ഏക രാജ്യം സ്പെയിൻ ആണെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അവർ 2% നിലനിർത്താൻ ആഗ്രഹിച്ചു എന്നും ആ 2% പോലും അടയ്ക്കുന്നില്ല എന്നും ട്രംപ് പറയുന്നു. എന്തായാലും ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ ജർമ്മൻ ചാൻസലർ ഇത് നമ്മുടെ പൊതുവായ സുരക്ഷയുടെ ഭാഗമാണെന്നും നാം എല്ലാവരും ഇത് പാലിക്കണമെന്നും അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. ട്രംപിന്റെ ഭീഷണികൾക്ക് സ്പെയിൻ മറുപടി നൽകുകയും ചെയ്തു ഇക്കാര്യം പറഞ്ഞു. എന്തായാലും അന്താരാഷ്ട്ര നിയമങ്ങളും യൂറോപ്യൻ യൂണിയനുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുകളും യുഎസ് ശ്രദ്ധിക്കണം എന്നാണ് സ്പെയിൻ പറഞ്ഞിരിക്കുന്നത്. യുഎസ് വ്യാപാര ഉപരോധത്തിന്റെ സാധ്യമായ ആഘാതം നിയന്ത്രിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും സ്പാനിഷ് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് തന്നെ ട്രംപിന്റെ ഭീഷണിക്ക് ഒരു മറുതിരിച്ചടി കൂടിയാണ്.